നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ISL 5ാം സീസണിലെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മലയാളി താരം സഹൽ അബ്ദുൾ സമദ് ഉയർന്നു വരുന്ന താരത്തിനുള്ള ബഹുമതി സ്വന്തമാക്കി. 2018-2019 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനമാണ് സഹൽ കാഴ്ചവെച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനമാണ് പുറത്തെടുത്തതെങ്കിലും സഹലിന്റെ അവാർഡ് ടീമിനെ മധുരമായി എന്ന് പറയാം. ഇത്തവണ 17 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനായി കളത്തിലിറങ്ങിയ താരം ഒരു ഗോളും തന്റെ പേരിലാക്കി. 2.5 ലക്ഷം രൂപ സഹലിന് സമ്മാനത്തുകയായി ലഭിച്ചു. കണ്ണൂർ സ്വദേശിയെ സഹൽ കണ്ണൂർ SN കോളേജിലൂടെയാണ് ഫുട്ബോളിൽ വരവറിയിക്കുന്നത്. കേരള ഓസിൽ എന്ന് വിളിപ്പേരുള്ള താരം മധ്യനിരയിലെ തിളങ്ങുന്ന സാന്നിധ്യം കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഗോളടിച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയത് FC ഗോവയുടെ ഫെറാൻ കൊറോമിനസ് ആണ്. 16 ഗോളുകളുമായി കൊറോമിനസ് 1ാം സ്ഥാനത്തെത്തുകയായിരുന്നു. സീസണിലെ മികച്ച കളിക്കാരനുള്ള ബഹുമതിയും താരം സ്വന്തമാക്കുകയും ചെയ്തു. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ബംഗളൂരു FCയുടെ ഗുർപ്രീത് സിംഗ് സ്വന്തമാക്കുകയും ചെയ്തു. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച മൈതാനമായി തിരഞ്ഞെടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പിച്ചാണ്. വിന്നിംഗ് പാസ് നൽകിയതിനുള്ള അവാർഡ് മുംബൈ സിറ്റിയുടെ അർണോൾഡ് ഡിസ്ലോക്കയും നേടി. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ ഏറെ നിരാശപ്പെടുത്തിയെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് 5ാം സീസണിലെ മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരക്കാരൻ സഹൽ അബ്ദുൾ സമദ് ആയത് ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസത്തിനുള്ള വക നൽകിയിട്ടുണ്ട്. തകർപ്പൻ പ്രകടനവുമായി മൈതാനങ്ങളെ ത്രസിപ്പിച്ച പയ്യന്നൂർ കവ്വായിക്കാരൻ ഒരു സൂപ്പർ ഗോളും സീസണിൽ നേടുകയും ചെയ്തതാണ്. നിലവിൽ ഇന്ത്യൻ അണ്ടർ-23 ടീമിൽ അംഗമാണ് സഹൽ. വേഗതയിലും തന്ത്രങ്ങളിലും കരുത്തനായി നിലകൊള്ളുന്ന 19കാരന് കരിയറിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്നലെ ISL ചെയർപേഴ്സണൽ നിത അംബാനി നൽകിയത്. 2.5 ലക്ഷം രൂപയാണ് പ്രൈസ് മണി. ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 6ാം പതിപ്പിൽ കിരീട വിജയവുമായി ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.